ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുതെന്ന് ചിലരെല്ലാം പറഞ്ഞു കേൾക്കുന്നു. ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുതെന്ന് പറയുന്നതിൻ്റെ പ്രമാണബദ്ധമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ ഈ വിഷയത്തിൽ വല്ല നിർദ്ദേശവും ഉണ്ടോ എന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. ചോദ്യം ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വല്ല ആഹ്വാനവും ഉണ്ടോ എന്നാണ്. ഇസ്ലാമിന്റെ പ്രമാണം ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഈ 4 എണ്ണത്തിലും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിലക്ക് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ത്വിബിന്റെ ഉലമാക്കൾ, അതായത് വൈദ്യശാസ്ത്ര മേഖലയിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അവരുടെ തെജ്രിബയുടെ അടിസ്ഥാനത്തിൽ, തെജ്രിബ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാക്ടീസ്, അവരുടെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം വസ്സാലി പോലെയുള്ളവരൊക്കെ, മഹാനവറുകളുടെ ഇഹ്യ, അതേപോലെ തന്നെ ഇബ്നുൽ ജൗസി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ, അവരുടെ പരിചയത്തിന്റെ, ഇതിൽ അവർക്കുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുകയാണ് വേണ്ടത്, ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, ഇപ്പൊ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തൊണ്ടയിൽ കെട്ടുന്നത് പോലെയുള്ള പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തിരിയൊക്കെ ആവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ പണ്ഡിത ലോകത്ത്, അതും വൈദ്യശാസ്ത്ര മേഖലയിലെ പണ്ഡിതന്മാർ പലരും ഈ രൂപത്തിലൊക്കെ സംസാരിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശാസ്ത്ര മേഖലയിൽ ആളുകളുടെ അനുഭവങ്ങൾ എന്താണോ ആ അനുഭവം അവരുടെ ശരീരത്തിന് അപകടകരമൊന്നുമല്ല എങ്കിൽ ഈ വൈദ്യശാസ്ത്ര മേഖലയിലെ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ മെഡിസിന് വേണ്ടിക്കൊണ്ട് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, ആയത്തിന്റെയും ഹദീസിന്റെയും ഒന്നും അടിസ്ഥാനത്തിലല്ല എന്നതുപോലെയാണ് ഇമാം വസ്സാലിയുടെ ഈ അഭിപ്രായത്തെ, അതുപോലെ മറ്റ് ഇബ്നുൽ ജൗസി പോലെയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മളുടെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ്. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്വിബ്ബുൻ നബവി, പ്രവാചകന്റെ ചികിത്സ, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് അവതരിപ്പിക്കാനുള്ള രേഖകൾ ഇസ്ലാമിക രേഖകളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹു അഅലം.